ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവവചന കേൾവി നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ, നമ്മുടെ ആത്മീക ജീവിതത്തെ ദൈവത്തിൻ്റെ വചനം പലതിനോട് ഉപമിച്ചിട്ടുണ്ട്. ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരോട്ടക്കാരനോട് ഒരു ദൈവം ഇതിൻ്റെ ആത്മീക ജീവിതത്തെ താരതമ്യം ചെയ്തിട്ടുണ്ട്. യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യുന്ന ഒരു പടയാളിയോട് ഉപമിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു വൃക്ഷത്തോട് നമ്മുടെ ആത്മീക ജീവിതത്തെ ദൈവത്തിൻ്റെ വചനം ഉപമിച്ചിട്ടുണ്ട്. ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ പ്രസക്തമായ പല വൃക്ഷങ്ങളെക്കുറിച്ചും, ഇമ്പോർട്ടൻസ് ഉള്ള പല വൃക്ഷങ്ങളെക്കുറിച്ചും ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയും. മുന്തിരി, അത്തി, ഒലിവ്, ദേവദാരു, ചന്ദനം, ഇങ്ങനെ പലതരത്തിലുള്ള വൃക്ഷങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ മുന്തിരിക്കാകട്ടെ, അത്തിക്കാകട്ടെ, ഒലിവിനാകട്ടെ അവരുടെ ആത്മീക രംഗത്തെ, സാമൂഹിക രംഗത്തെ, രാഷ്ട്രീയ രംഗത്തെയൊക്കെ പ്രതിഫലിപ്പിക്കുന്ന വൃക്ഷങ്ങളാണ് മുന്തിരി, അത്തി, ഒലിവൊക്കെ. അപ്പോൾ ഇതുപോലെയുള്ള വൃക്ഷങ്ങളെക്കുറിച്ച് ബൈബിൾ നമുക്ക് കാണാൻ കഴിയും. ഒരു വൃക്ഷത്തെക്കുറിച്ച് അത് നട്ടിരിക്കുന്ന തോട്ടക്കാരൻ്റെ, ഉടമസ്ഥൻ്റെ ആഗ്രഹം അതൊരു പാഴ് വൃക്ഷമായി പോകാനല്ല, മറിച്ച് ഏതുദ്ദേശത്തോടു കൂടിയാണ് ആ വൃക്ഷം നട്ടിരിക്കുന്നത്, ആ വൃക്ഷത്തിന് വേണ്ടി എന്തെല്ലാം പ്രയത്നങ്ങൾ ആ തോട്ടക്കാരൻ ചെയ്യുന്നുണ്ടോ അതിൻ്റെ റിസൾട്ട് വൃക്ഷം നട്ട തോട്ടക്കാരന് കൊടുക്കണമെന്ന് തോട്ടക്കാരൻ ആഗ്രഹിക്കുന്നു. സഭയാകുന്ന തോട്ടത്തിൽ എന്നെ നിങ്ങളെയും ദൈവം നട്ടിരിക്കുക. നട്ടതിൻ്റെ പിന്നിൽ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം മറ്റൊന്നുമല്ല, ഫലമുള്ളതായിത്തീരണം. ഇസ്രായേലിനോടുള്ള ബന്ധത്തിലെ സങ്കീർത്തനങ്ങൾ 80 നമ്മൾ വായിക്കുമ്പോൾ അവിടെ 8-ാം വാക്യം തൊട്ട് ഇങ്ങനെ വായിക്കുന്നത്: നീ മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ട്, നീ അതിനെ തടമെടുത്ത് അത് വേരൂന്നി ദേശത്ത് പടർന്നു. അതിൻ്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു. അതിൻ്റെ കൊമ്പുകൾ ദിവ്യ ദേവദാരുക്കൾ പോലെയായിരുന്നു. അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലികളെ നദി വരെയും നീട്ടിയിരുന്നു. വഴി പോകുന്നവരൊക്കെയും അതിനെ പറിപ്പാൻ തക്കവണ്ണം നീ അതിൻ്റെ വേലികളെ പൊളിച്ച് കളഞ്ഞതെന്ത്? കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു, വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, തിരിഞ്ഞു വരണമേ, സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ. അടുത്തത് ഇങ്ങനെ എഴുതി വെച്ചിട്ട്: നിൻ്റെ വലങ്കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തയ്യെയും പാലിക്കണമേ. അതേ പ്രിയരെ, ദൈവം നമ്മെ നട്ടിരിക്കുക, നമ്മുടെ ആത്മീക ജീവിതത്തെ ഒരു വൃക്ഷത്തോട് ഉപമിച്ചിരിക്കുക. ദൈവം ചോദിക്കുകയാണ്, എന്തെങ്കിലും ഫലം തരാൻ മാത്രം വൃക്ഷം വളർന്നിട്ടുണ്ടോ? ഇപ്പോഴും ആ വൃക്ഷം പുഷ്ടിയുള്ള ഇലയൊക്കെ ഉള്ള വൃക്ഷങ്ങളാണോ, അതോ ഒരു ഡ്രൈനെസ്സിൻ്റെ അനുഭവത്തിലേക്കാണോ പോകുന്നത്? ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തെ പരിശുദ്ധാത്മാവ് എപ്രകാരമാണോ ആഗ്രഹിക്കുന്നത് അപ്രകാരമുള്ള ഒരു തലത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുകയാണ്. അതിനാണ് ഈ മെസ്സേജ് സ്വർഗത്തിലെ ദൈവം നമ്മെ കേൾപ്പിച്ചിരിക്കുന്നത്. മത്തായി 15:13 യേശു പറയുകയാണ്: അതിനവൻ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പറഞ്ഞു പോകും. ദൈവം നട്ടിട്ടില്ലാത്തതെല്ലാം പറഞ്ഞു പോകും. എന്നെ നിങ്ങളെ ദൈവം നട്ടിട്ടുണ്ട്, ദൈവം നട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്നും വിശ്വാസ ജീവിതത്തിൽ നിലനിന്ന് പോകുന്നത്. കർത്താവ് ചോദിക്കുക, ഈ വൃക്ഷത്തെ ദൈവം നട്ടതാണെങ്കിൽ അതിനെ പറിച്ചു കളയാൻ സ്വർഗത്തിലെ ദൈവം ആരെയും സമ്മതിക്കുകയില്ല. പ്രിയമുള്ളവരെ, 2 കാര്യമാണ് ദൈവം നട്ടിരിക്കുന്ന ഒരു വൃക്ഷത്തെക്കുറിച്ച് തോട്ടക്കാരൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഫലം കൊടുക്കണം. ഫലമുള്ള വൃക്ഷങ്ങളായിരിക്കും. നമ്മൾ ഒരു വൃക്ഷം വില കൊടുത്ത് വാങ്ങി അതിൻ്റെ തൈ വെച്ച് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അത് വളർന്ന് വലുതായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് ആ വൃക്ഷത്തിൽ നിന്ന് വന്നില്ലെങ്കിൽ നമുക്ക് എന്തുമാത്രം ഭാരം കാണും. അങ്ങനെയാണെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ ചോരയാൽ വീണ്ടെടുത്ത നാം സഭയാകുന്ന തോട്ടത്തിൽ ദൈവം നമ്മെ നട്ടിരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഉദ്ദേശമുണ്ട്.
ഇന്നും വെട്ടിക്കളയാതെ, ഇന്നും പറിച്ചു കളയാതെ സഭയാകുന്ന തോട്ടത്തിനകത്ത് നട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭൗത്യം മറ്റൊന്നുമല്ല, ഉദ്ദേശം മറ്റൊന്നുമല്ല, ഫലം കായ്ക്കണം. ഒന്ന് ഫലം കായ്ക്കുക എന്നുള്ളതാണെങ്കിൽ, രണ്ട് പുഷ്ടിയുള്ളതായിരിക്കണം. നമ്മുടെ ആത്മീയ ജീവിതം ഫലമുള്ളതായിരിക്കണം, അപ്പോൾ തന്നെ പുഷ്ടിയുള്ളതായിത്തീരണം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ മാനസാന്തരത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ അനന്തരം യേശു കർത്താവ് 5-ാം വാക്യം മുതൽ പറയുന്ന ചില വാക്കുകളുണ്ട്. ഇങ്ങനെ പറയുന്നത്, അല്ലല്ല, ലൂക്കോസ് 13:5 മുതൽ, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവനൊരു ഉപമയും പറഞ്ഞത്, ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിനെന്ന് പറഞ്ഞു. അതിനവൻ, കർത്താവേ, ഞാനതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. മേലാൽ കായ്ച്ചില്ലെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് ഉത്തരം പറഞ്ഞു. നോക്കിക്ക്, ഇത് നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ അനുഭവമാണ്. എന്താണത്? നമ്മെ നട്ടിരിക്കുക, മുന്തിരിത്തോട്ടത്തിൽ നട്ടിരിക്കുന്ന അത്തിവൃക്ഷം ഫലം കായ്ക്ക് തിരയുക. മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടിരിക്കുക, ഫലം തിരയുക, കണ്ടില്ല. 3 സംവത്സരമായി അത്തിയിൽ ഫലം തിരയുന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ വെട്ടിക്കളയാൻ പോവാ, എന്തിനാ നിലത്തെ നിഷ്ഫലമാക്കുന്നത്. അപ്പോൾ പറയുക, കർത്താവെ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഒരാണ്ട് കൂടെ നിൽക്കട്ടെ. നമ്മളെല്ലാം നിർത്തിയിരിക്കുക ദൈവം. എന്തിനാ വെട്ടിക്കളയാൻ? എത്ര പ്രാവശ്യം കോടാലി ഓങ്ങിയതാ, ഇല്ല, വെട്ടിക്കളഞ്ഞില്ല. ഇപ്പോഴും ദൈവം നമ്മിൽ ചില സാധ്യതകളെ കാണുന്നു. അതേ പ്രിയരെ, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നു ഫലമുള്ളൊരു ക്രിസ്തീയ ജീവിതം നയിക്കണം. കൊലോസ്യ ലേഖനം 1:10 വായിക്കുന്നു, സൽപ്രവർത്തികളിൽ ഫലം കായ്ക്കണമെന്ന്. ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. നല്ല മണ്ണിൽ വീണ വിത്തിനെക്കുറിച്ച് ലൂക്കോസ് 8:15 വായിക്കുന്നു, നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. വിത്ത് വിതയ്ക്കാൻ പോയി, വചനം വിതയ്ക്കാൻ പോയി, 4 സ്ഥലത്തെത്തി, പക്ഷെ ഒന്നിൽ മാത്രമേ വിതച്ച വിതക്കാരൻ ആഗ്രഹിച്ച രീതിയിലുള്ള റിസൾട്ട് കിട്ടിയുള്ളൂ. ആ നല്ല നിലത്തെക്കുറിച്ച് വചനം പറയുന്നു, നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെയെന്ന്. അപ്പം വൃക്ഷത്തെക്കുറിച്ച് യജമാനൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം, ഫലം കായ്ക്കണം. രണ്ടാമത്തത് പുഷ്ടിയുള്ളവരായിത്തീരണം. ഫലം തിരയുന്നുണ്ട് കേട്ടോ. പുഷ്ടിയുള്ളവരായിത്തീരണമെന്ന് പറയുമ്പോൾ സങ്കീർത്തനങ്ങൾ 1 നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? വളരെ ഫേമസ് ആയിട്ടുള്ള വാക്കുകൾ. ദുഷ്ടന്മാർ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുള്ള വഴി നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നത്. കണ്ടോ, നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച്, ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം ഉപമിച്ചിരിക്കുന്നത് ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം. അതെപ്പോഴും ഇലയുണ്ട് അതിനകത്ത്, അതിന് പുഷ്ടിയുണ്ട്, അതിന് ഡ്രൈനെസ് ഇല്ല. നമ്മുടെ ആത്മീയ ജീവിതം അങ്ങനെയാണോ? എപ്പോഴും പുഷ്ടിപ്പെട്ടാണ് ഇരിക്കുന്നത്, എപ്പോഴും പ്രാർത്ഥിച്ചാണ് ഇരിക്കുന്നത്, എപ്പോഴും അഭിഷേകത്തിൻ്റെ നിറവിലാണ് ഇരിക്കുന്നത്, ആറ്റരികത്ത് നട്ടിരിക്കുന്നത്. 2, തക്ക കാലത്ത് ഫലം. എപ്പോഴേലും ഫലം കായ്ച്ച പോലെ തക്ക കാലത്ത് ഫലം കായ്ക്കണം. തക്ക കാലത്ത് ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ യജമാനൻ ഫലം തിരയുമ്പോൾ ആ സമയത്ത് ഫലം കാണണം. ബഥാനിയിലെത്തിയപ്പോൾ യേശു കർത്താവ് ഒരു ഇലയുള്ളൊരു അത്തിവൃക്ഷത്തെ കണ്ടു. അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞുകൊണ്ട് അതിനകത്ത് അത്തിയില്ലായിരുന്നു. പക്ഷേ കർത്താവ് എന്ത് ചെയ്തു? ആ അത്തിയെ ശപിച്ചു. ആ അത്തി വേരോട് ഉണങ്ങിപ്പോയി. തക്ക കാലത്ത് ഫലം കായ്ക്കെന്ന് പറഞ്ഞാൽ യജമാനൻ ആഗ്രഹിക്കുന്ന സമയം. കാലം വിഷയമല്ല. എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായില്ല, ബൈബിൾ വായിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, സുവിശേഷം അറിയിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എൻ്റെ സാഹചര്യങ്ങൾ വിഷയമല്ലായിരുന്നു, എൻ്റെ സാഹചര്യങ്ങൾ എനിക്കെതിരായിരുന്നു, എൻ്റെ സീസൺ എനിക്കെതിരായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. യജമാനൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഫലം കൊടുക്കുന്ന വൃക്ഷത്തെക്കുറിച്ചാണ് പറയുന്നത്. തക്ക കാലത്ത് ഫലം കായ്ക്കുന്നത്. ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന വൃക്ഷത്തെക്കുറിച്ച് വായിക്കുന്നു, ആറ്റരികത്ത് നട്ടിരിക്കുന്നത്, ഇലവാടാത്തത്, തക്ക കാലത്ത് ഫലം. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അതേ പ്രിയർ, എത്ര പേർ ആഗ്രഹിക്കും? കർത്താവേ, എൻ്റെ ആത്മീക ജീവിതം ഇലവാടാത്തതാകട്ടെ,
ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഫലപുഷ്ടമുള്ള പുഷ്ടിയുള്ള ഒരു വൃക്ഷമായി തീരട്ടെ എൻ്റെ ആത്മീക ജീവിതം. തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഒരു സ്പിരിച്വൽ ലൈഫ് എനിക്ക് വേണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു? യിരെമ്യാ പ്രവാചന പുസ്തകം 17-ാം അധ്യായത്തിൽ യഹോവയിൽ ആശ്രയിക്കുന്ന വ്യക്തിയെക്കുറിച്ചും ഇത് തന്നെ പറയുന്നത്. 8 മുതലുള്ള വാക്യങ്ങൾ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നു, ആറ്റരികത്ത് വേരൂന്നിരിക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒരു വൃക്ഷത്തോട് ഉപമിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നു, ഉഷ്ണം തട്ടുന്ന സാഹചര്യത്തിലൂടെ ഒരു ദൈവവേദൽ കടന്നു പോകുമ്പോൾ പേടിക്കാൻ പാടില്ല. നിൻ്റെ ആത്മീയ ജീവിതത്തെ ഉണക്കിക്കളയുന്ന അനുഭവങ്ങൾ ഭൗതിക തലത്തിൽ, ആത്മീക തലത്തിൽ, മാനസികമായ രീതിയിൽ, ഭവനാന്തരീക്ഷത്തിൽ ഉടലെടുക്കുമ്പോൾ നീ വാടിപ്പോകാൻ പാടില്ലെന്ന് നിന്നെ നട്ടിരിക്കുന്ന പ്രത്യേക ഉദ്ദേശത്തോടെ നിൻ്റെ സ്പിരിച്വൽ ലൈഫിനെ സഭയാകുന്ന തോട്ടത്തിനകത്ത് നട്ടിരിക്കുന്ന തോട്ടക്കാരൻ ആഗ്രഹിക്കുന്നു. നീ വാട്ടം തട്ടി ഭയപ്പെട്ട് പേടിച്ചു പോകാൻ പാടില്ല. നിൻ്റെ ഇല എപ്പോഴും പച്ചയായിരിക്കണം. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. കണ്ടോ, ഈ വാക്യങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഒന്ന്, ഫലം കായ്ക്കണം, തക്ക കാലത്ത് ഫലം കായ്ക്കണം. യജമാനൻ, ഉടമസ്ഥൻ, തോട്ടക്കാരൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഫലം കായ്ക്കുന്നതിനാണ് തക്ക കാലത്ത് ഫലം കായ്ക്കുന്നവർ. സീസൺ വിഷയമല്ല. സാഹചര്യം നെഗറ്റീവാണ്, ഡ്രൈ ആണ്, വരൾച്ചയുള്ളതാണ്. പക്ഷെ വരൾച്ച ഉള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ക്കണം. അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞിട്ടും ഫലം കായ്ക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. എത്ര പേർ ആഗ്രഹിക്കും? പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചാൽ നിശ്ചയമായിട്ടും അപ്രകാരമുള്ളൊരു സ്പിരിച്വൽ ലൈഫ് നയിക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കും. അതിന് സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ വായിക്കുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കണ്ടോ, കായ്ക്കാത്തതിനെ ദൈവം നീക്കിക്കളയുന്നു. ഇപ്പോഴും നീക്കിക്കളയാത്തതിൻ്റെ കാര്യം ഇപ്പോഴും പ്രതീക്ഷയുണ്ടെന്ന്. അടുത്തത്, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിനെ ചെറുട്ടി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിനെ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ല നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, എൻ്റെ ആത്മീക ജീവിതം തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന, എപ്പോഴും ഇല പച്ചയായിട്ടുള്ള, എപ്പോഴും പുഷ്ടിയുള്ളതായ ഒരാത്മീക ജീവിതമായിരിക്കണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശുവിൽ ആശ്രയിക്കുക. കർത്താവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ക്രിസ്തുവിൽ വേരൂന്നിയാൽ നിശ്ചയമായിട്ടും നാമാകുന്ന വൃക്ഷത്തെ ഉണക്കിക്കളയുവാൻ ഒരു വരൾച്ചയ്ക്കും സാധ്യമല്ല. ഒരു വൃക്ഷം, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിൻ്റെ വേരാണ്. അതിൻ്റെ വേര് നല്ല രീതിയിൽ ആഴത്തിൽ ഇറങ്ങിയാൽ വൃക്ഷം നല്ല ഫലമുള്ളതായിത്തീരും. ഈ വേര് ആർക്കും കാണാൻ കഴിയത്തില്ല. വേര് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ കാണിക്കുക, ദൈവത്തിലുള്ള ആശ്രയത്തെ കാണിക്കുക, പരിശുദ്ധാത്മാവിലുള്ള ആശ്രയത്തെ കാണിക്കുക, പരിശുദ്ധാത്മ നിറവിലുള്ള ജീവിതത്തെ കാണിക്കുക. ഇതാർക്കും അറിയത്തില്ല. നമ്മൾ എത്ര നേരം പ്രാർത്ഥിക്കുന്നു, നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ ആർക്കും അളക്കാൻ പറ്റത്തില്ല, അറിയത്തില്ല. പക്ഷെ പുറത്തുള്ള ഫലം കാണുമ്പോൾ, പുറത്തുള്ള അനുഭവങ്ങൾ കാണുമ്പോൾ നമ്മളുടെ വേരെത്രമാത്രം ആഴത്തിലിറങ്ങിയിരിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്രിസ്തുവിൽ വേരൂന്നുക. വേരൂന്നി നിൽക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഫലമുള്ള, പുഷ്ടിയുള്ള ഒരാത്മീക ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും. അതിനുവേണ്ടി കൊതിയോടെ, അതിനുവേണ്ടി ദാഹത്തോടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ സഹായിക്കും കേട്ടോ. ഒരുപക്ഷെ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും, പണ്ടൊക്കെ ഞാൻ ശക്തമായി പ്രാർത്ഥിക്കുമായിരുന്നു, ഇപ്പോൾ എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ഒരു അനുഭവമൊന്നും കിട്ടുന്നില്ല ബ്രദർ. ഒരുപാട് ദൈവത്തിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പണ്ടത്തെ പോലെ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, ദൈവ സാന്നിധ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. ഭാരപ്പെടണ്ട.
ദൈവം നട്ട വൃക്ഷമാണോ താങ്കൾ? ഉറപ്പുണ്ടോ? ഇപ്പോഴും വെട്ടിക്കളയാതെ സഭയാകുന്ന തോട്ടത്തിനകത്ത് തമ്പുരാൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരുറപ്പ് പറയാം, നിനക്ക് പ്രത്യാശയുണ്ട്. യോബിൻ്റെ പുസ്തകം 14:7-8 പറയുന്നു, ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, ഒരു ഹോപ്പുണ്ട് കേട്ടോ. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. വെട്ടിക്കളഞ്ഞാൽ തീർന്നെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ ദൈവം നട്ട വൃക്ഷമാണെങ്കിൽ നിനക്ക് പ്രത്യാശയുണ്ട്. വെട്ടിയാൽ പിന്നെയും ഒരു സാധ്യത നിന്നെ കിടപ്പുണ്ട്, പിന്നെയും പൊട്ടിക്കിളിർക്കുമെന്ന്. അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കില്ല. 100% ഉറപ്പോടെ പറയും, ഇളം കൊമ്പുകൾ വിട്ടിരിക്കും. 8-ാം വാക്യം, അതിൻ്റെ വേര് നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും എന്ന് പറഞ്ഞാൽ ഇനി വളരാനൊരു സാധ്യതയുമില്ല, ഉയർന്നു വരാനൊരു സാധ്യതയുമില്ല. വേര് നിലത്തോളം പഴകിയിരിക്കുക, വേര് നിലത്ത് പഴകിയിരിക്കുക, പഴകിപ്പോയി, കുറ്റി മണ്ണി കെട്ടുപോയി. ഇനി എഴുന്നേറ്റ് വരുവാൻ, ഇനി പൊങ്ങി വരുവാൻ ഒരു സാധ്യതയുമില്ല. നിൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് പ്രവചനങ്ങളുണ്ട്, ഒരുപാട് വാക്തത്വങ്ങളുണ്ട്. നിൻ്റെ ശുശ്രൂഷ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് പ്രവചനങ്ങളുണ്ട്, ഒരു വാക്തത്വങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ വേര് നിലത്ത് പഴകിപ്പോയിരിക്കുന്ന അനുഭവമാണോ? കുറ്റി മണ്ണി കെട്ടുപോയ അനുഭവമാണോ? വെട്ടേറ്റ അനുഭവമാണോ? ഇനിയൊരു മടങ്ങിവരവില്ലെന്ന് നീ തന്നെ നിൻ്റെ ഹൃദയത്തിൽ മന്ത്രിക്കുന്നുണ്ടോ? നിരാശപ്പെട്ടിരിക്കുകയാണോ? ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും, അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല. അതിൻ്റെ വേര് നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാൽ എന്ന് പറഞ്ഞാൽ 7-8 വാക്യങ്ങൾ സാധ്യതകളെല്ലാം അസ്തമിച്ച വാക്യങ്ങളാണ്. ഇനിയൊരു പ്രത്യാശ, ഇനിയെല്ലാം തീർന്നു. പക്ഷെ ആ വാക്യത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞു പ്രത്യാശയുണ്ട്. മാനുഷികമായി നോക്കുമ്പോൾ ഒരു പ്രത്യാശയില്ലെന്ന് പറഞ്ഞാൽ വചനം നിന്നോട് പറയുന്നു നിനക്ക് ഇപ്പോഴും പ്രത്യാശയുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു എനിക്ക് ഇപ്പോഴും പ്രത്യാശയ്ക്ക് വകയുണ്ട്? എന്താ നിൻ്റെ പ്രത്യാശയുടെ വക? നിൻ്റെ സാഹചര്യങ്ങൾ നിന്നോട് പറയുന്നതല്ല നിൻ്റെ പ്രത്യാശ, ദൈവത്തിൻ്റെ വചനം നിന്നോട് പറയുന്നതാ നിൻ്റെ ഹോപ്പ്. 9-ാം വാക്യം, വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ തളിർവിടും. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കും? ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടും. പരിശുദ്ധാത്മാവ് എഴുതി ഈ വചന പരിശുദ്ധാത്മ നിറവിൽ പറയുമ്പോൾ പ്രാർത്ഥിക്കാനുള്ളൊരു പ്രേരണ, ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ളൊരു പ്രേരണ, ഫലം കായ്ക്കണമെന്നുള്ളൊരു പ്രേരണ, എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യണമെന്നുള്ള ഒരു വാഞ്ച ഹൃദയത്തിൽ കർത്താവ് ഇപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ തരിക. പ്രാർത്ഥിച്ചോ, കർത്താവ് അപ്രകാരം ഒരു നിലയിലേക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരും. വേര് നിലത്തു പഴകിക്കോട്ടെ, സാരമില്ല. കുറ്റി മണ്ണി കെട്ടുപോട്ടെ, സാരം. ഒരു സാധ്യതയും നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നില്ലെന്ന് പറഞ്ഞാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും കേട്ടോ. തമ്പുരാൻ്റെ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുമ്പോൾ പ്രാർത്ഥിക്കാൻ മുഴങ്കാലും മടക്കി ദൈവസന്നിധിയിൽ കർത്താവിനെ കാത്തിരിക്കാൻ തയ്യാറാണോ? ഉറപ്പ് പറയാം, ഒരു തൈ പോലെ തളിർവിടുന്ന ഒരു സീസൺ കർത്താവ് മുമ്പിൽ തുറക്കാൻ പോവാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവവചനം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തു പ്രാർത്ഥിക്കുന്നു. സഭയാകുന്ന തോട്ടത്തിൽ അങ്ങ് ഞങ്ങളെ നട്ടിരിക്കും നന്ദി പറയുന്നു. ദൈവം നട്ടതിനെ പറിച്ചു കളയാൻ തമ്പുരാൻ ആരെ അനുവദിക്കത്തില്ലല്ലോ. അങ്ങ് നട്ടതിൻ്റെ പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ ഫലം കായ്ക്കുവാൻ, ഞങ്ങൾ വേരൂന്നി, ക്രിസ്തുവിൽ വേരൂന്നി, വചനത്തിൽ വേരൂന്നി ഫലം കൊടുക്കുന്നവരായി തീരാൻ കർത്താവ് സഹായിക്കണമേ. എപ്പോഴും പുഷ്ടിയുള്ള ഒരു ആത്മീയ ജീവിതം നയിപ്പാൻ, ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കാത്തൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ എൻ്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ. ഈ വചനത്തിലൂടെയുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങളും നിൻ്റെ ജനത്തിന് മേൽ അങ്ങ് ചൊരിഞ്ഞിരിക്കാൻ നന്ദി പറയുന്നു. ഈ ശബ്ദം കേട്ട ഒരു വ്യക്തി പോലും അങ്ങയുടെ വരവിൽ നഷ്ടമായി പോകുവാൻ, അവർ ആത്മീയ ജീവിതം ഡ്രൈ ആയി പോകാൻ അങ്ങ് അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്ത വിഷയങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടെ നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.